ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ റൈസ് റെസിപ്പിയുമായിട്ടാണ്. മന്തി, മജ്ബൂസ്, കബ്സ ഇതൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റൈസ് റെസിപ്പിയും കൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മട്ടൻ ഹനീത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മട്ടൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റൈസ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ എല്ലാ അറബിക് ഡിഷുകളിലെ പോലെ തന്നെയും മട്ടൻ ഹനീത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സ്പൈസ് പൗഡർ ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ പേര് ഹനീത്ത് സ്പൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹവായിജി സ്പൈസ് എന്ന് പറയും. അപ്പോൾ അതിലോട്ട് 6 ചേരുവകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ടൊരു പാന് ചൂടാക്കിയ ശേഷം ഒരു 5 ഏലയ്ക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്. ഇത് 4ഉം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങോട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹവായിജി സ്പൈസിലുള്ള ചേരുവകൾ കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, പിന്നെ ഇതിൽ കുറവും ഒന്നും ചേർക്കണ്ട. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കാൻ നോക്കുക. 1.5 കിലോ മട്ടനിലോട്ടാണ് നമ്മൾ ഇത്രയും അളവിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി, ചെറുതായിട്ടൊന്ന് ചൂടായി ഒരു മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ വേവിച്ചെടുക്കൊന്നും വേണ്ട, ചൂടാക്കിയൊന്നും എടുക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡറിൻ്റെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹവായിജി സ്പൈസ് അല്ലെങ്കിൽ ഹനീത്തിൻ്റെ സ്പൈസ് പൗഡർ കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മട്ടൻ ഹനീത്തിലോട്ട് നമ്മൾ ഈ ഒരു സ്പൈസ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിത് മട്ടനിലോട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രഷർ കുക്കറിലോട്ട് മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മട്ടൻ വല്ലാണ്ട് മൂപ്പ് ഏറിയ മട്ടനൊന്നും എടുക്കരുത് കേട്ടോ. ഒരു ഇളയ മട്ടനൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതുപോലത്തെ റെസിപ്പീസിലോട്ട്. വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനത് ആ മട്ടനിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു വലിയ പീസ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടി ചേർക്കുന്നില്ല. കാരണം നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പീസ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹവായിജി സ്പൈസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മട്ടൻ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. വേറെ ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഈ മട്ടൻ ഹനീത്ത് ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മളിതിലോട്ട് സ്പൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് 6 ചേരുവകൾ മാത്രം ചേർത്തിട്ടുള്ള ആ ഒരു പൊടി മാത്രമാണ്. അതുപോലെ തന്നെ നമ്മളിതിലോട്ട് എടുക്കുന്ന മട്ടൻ നല്ല ഇളയ മട്ടനായിരിക്കണം. അതുപോലെ തന്നെ നല്ലോണം കുക്കായി കിട്ടണം കേട്ടോ മട്ടൻ. അപ്പം ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓവനിൽ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ മട്ടൻ്റെ വേവ് അനുസരിച്ച് വേണം ചെയ്യാൻ. ഇനി നമ്മളിതിലോട്ട് എടുക്കുന്ന റൈസ് ഏതാണെന്ന് വെച്ചാൽ ബസ്മതി റൈസാട്ടോ. നല്ല നീളമുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 2 റൈസും ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെല്ല ബസ്മതി റൈസാണ്. നല്ല യെല്ലോയിഷ് കളറിൽ വരുന്ന സെല്ല ബസ്മതി റൈസ്. സെല്ല ബസ്മതി റൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മന്തിയിലോട്ടാണ്. പലരും കൺഫ്യൂഷൻ പറയാറുണ്ട്. സെല്ല ബസ്മതി റൈസും സാധാ ബസ്മതി റൈസും തമ്മിൽ ഡിഫറൻസ്, ഇതാണ് ഡിഫറൻസ് കേട്ടോ. ഈ ഒരു യെല്ലോ കളറിൽ വരുന്നതാണ് സെല്ല ബസ്മതി റൈസ്. അത് നമ്മൾ മന്തിയിലോട്ട് ആണ് ചേർക്കുന്നത്. നമ്മളിപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ നോർമൽ ബസ്മതി റൈസാണ്. ബസ്മതി റൈസിലാണ് നമ്മൾ മട്ടൻ ഹനീത്തൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മന്തിയും ഹനീത്തും തമ്മിലുള്ള ഡിഫറൻസ്. ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുക. ഈ മട്ടൻ ഹനീത്ത് ഒരു യമനി ട്രഡീഷണൽ ഡിഷാണ്. നമ്മൾ UAE പല റെസ്റ്റോറൻറ്റ്സിലും കണ്ടിട്ടുണ്ടാവും മന്തിയും ഹനീത്തും, അതുപോലെ മസ്ബി, അങ്ങനെ എല്ലാ റൈസ് റെസിപ്പിയും ഉണ്ടാവും. അപ്പോൾ ഫേമസ് ആയതിപ്പം മന്തി മാത്രമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മട്ടൻ മന്തിയേക്കാളും ടേസ്റ്റ് ഈ മട്ടൻ ഹനീത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മട്ടൻ മന്തിയുടെ റെസിപ്പിയിൽ കുറേ പേര് കമൻസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടൻ ഹനീത്തിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതും എനിക്കിഷ്ടമായതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ 5 കപ്പ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്.
അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 വിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിൽ നിന്ന് മട്ടൻ മാത്രം ഒന്ന് മാറ്റി വെക്കണം. കാരണം ആ ഒരു സ്റ്റോക്കിൻ്റെ വാട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ആ ഒരു റൈസിന് ആ ഒരു ഫ്ലേവറൊക്കെ വരിക കേട്ടോ. നമ്മൾ മട്ടൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ മട്ടനൊക്കെ നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നത്, അതുപോലെ നല്ല ഫ്ലേവർഫുള്ളാണ്. ഈ 6 സ്പൈസ് മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഇത്രയും വെള്ളമുണ്ട്, സ്റ്റോക്ക് വാട്ടർ ഇത്രയും ഉണ്ട്. നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. ചോറ് ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു കുറച്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പും, അത് കുറച്ച് മാത്രം ചേർത്താൽ മതി. കുറച്ച് കുരുമുളകും കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, കുരുമുളക്. ഇത് 3ഉം കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. സവോള നമ്മൾ ഈ റൈസ് കഴിക്കുന്ന സമയത്ത് സവോള അതിലുണ്ടെന്നൊന്നും തോന്നാൻ പാടില്ല. അപ്പോൾ നല്ലോണം കുക്കായി കിട്ടണം. സവോള മാത്രമല്ല ബാക്കി എല്ലാതും നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന ശേഷം ഞാനിതിലോട്ട് ബ്ലാക്ക് ലൈം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ നാരങ്ങ കേട്ടോ, ഡ്രൈഡ് ലൈം അല്ലെങ്കിൽ ബ്ലാക്ക് ലൈം എടുക്കുക. അപ്പോൾ അതൊന്ന് കത്തിയോണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു ഉണങ്ങിയ നാരങ്ങ ചേർത്ത് കൊടുക്കുമ്പം. അറേബ്യൻ ഡിഷിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സംഭവമാണ് ഈ ഉണങ്ങിയ നാരങ്ങ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന എല്ലാ ചേരുവകളും നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് 2 തക്കാളി, നല്ല റെഡ് കളറുള്ള തക്കാളിനെ എടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് വരട്ടെ. പിന്നെ ഇതിലോട്ട് ടേസ്റ്റിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ ചേരുവയാണ് ഈ ക്യാപ്സിക്കം. ഒരു കളർ ക്യാപ്സിക്കം മാത്രം യൂസ് ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഇവിടെ 3 കളർ ഉള്ളത് കൊണ്ടാണ് 3ഉം കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പച്ച മാത്രം ഉണ്ടെങ്കിൽ പച്ച മാത്രം നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അത് പ്രത്യേക മണമായിരിക്കും നമ്മുടെ ഡിഷിന് കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം സോഫ്റ്റായിട്ട് വന്നോട്ടെ. അതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ മട്ടൻ വേവിച്ച് വെള്ളം, അത് നമുക്കൊന്ന് അളന്നെടുക്കാം. എത്ര ഉണ്ട് നോക്കാം. നമ്മളിതിലോട്ടുള്ള ചോറ് വേവിക്കുന്നത് വറ്റിച്ചെടുത്തിട്ടാണ് ചോറ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് വാട്ടർ അളന്നെടുക്കാനുണ്ട്. ഞാനിപ്പം അളന്നപ്പം 3 കപ്പ് സ്റ്റോക്ക് വാട്ടർ ഉണ്ട്. ഞാനിപ്പം ഈ ഒരു കപ്പിൽ 5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അരി വേവാനുള്ള വെള്ളം വേണ്ടത് ഒരു 9.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 9.5 കപ്പ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ സാധാ വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് സ്റ്റോക്ക് വാട്ടറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തുള്ള ചേരുവകളൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരാനുണ്ട് ഒന്നുകൂടെ. അപ്പോൾ അതൊന്നുകൂടെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കറിൽ ഞാനിപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ സൂപ്പാട്ടോ. ഇതിലോട്ട് സൂപ്പും കൂടി ഉണ്ടെങ്കിൽ കേമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മട്ടൻ്റെ ലെഗ് ഒരു 5-6 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പം ആ കുക്കറിലോട്ട് തന്നെ ലെഗ് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി 2 എണ്ണം, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 2-3 കപ്പ് വെള്ളം, ചൂടുവെള്ളം ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഈ ഒരു സൂപ്പ് ഉണ്ടാക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ അറേബ്യൻ ഡിഷിലൊക്കെ നമുക്കൊരു സൂപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മട്ടൻ്റെ ലെഗ് ഉള്ളതുകൊണ്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ അതൊരു 4-5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ, മട്ടൻ സൂപ്പ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ടാക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ആദ്യം ചേർത്ത് കൊടുക്കുക. 3 കപ്പ് സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുത്തു. ഇനി അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള എക്സ്ട്രാ 6.5 കപ്പ്, നമ്മൾ ടോട്ടൽ വേണ്ടത് 9.5 കപ്പാട്ടോ വെള്ളം. 5 കപ്പ് അരിക്ക് 9.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ സ്റ്റോക്ക് വാട്ടർ 3 എണ്ണം, ബാക്കി 6.5 കപ്പ് സാധാ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ഒക്കെ എടുക്കുമ്പം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നൊക്കെ ആയിരിക്കും അതിൽ മെഷർമെൻറ്റ് കറക്റ്റ് പറയുക. പക്ഷേ നമ്മൾ ടോട്ടൽ എടുക്കുമ്പം, അതായത് ഇപ്പം 5 കപ്പ് അരിക്ക് നമ്മൾ 10 കപ്പ് വെള്ളമാണല്ലോ, അപ്പോൾ അതിലൊരു 1/2 കപ്പ് കുറച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും, അല്ലെങ്കിൽ വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക.
ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വെള്ളത്തിന് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല അരിയിൽ. വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയുടെ വേവ് കൂടുതലാവും കേട്ടോ. അപ്പോൾ കറക്റ്റ് വെള്ളം തന്നെ മെഷർമെൻറ്റ് എടുക്കാം. അതിനിപ്പോൾ നമ്മൾ കപ്സ, മജ്ബൂസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി ഇട്ട് കൊടുത്ത ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുറന്നു നോക്കിയതാണ്. അപ്പോൾ അതാ ഇനിയും വേവാനുണ്ട്, അരിയൊക്കെ ഇനിയും കുക്ക് ആവാനുണ്ട്, അതുപോലെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്യരുത്. അങ്ങനെ വരുമ്പം അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ മട്ടൻ സൂപ്പ് ഇവിടെ 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ സൂപ്പും റെഡി ആയിട്ടുണ്ട്. സൂപ്പിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുനാരങ്ങ നീര്, അതുപോലെ കുരുമുളക് പൊടി, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പാനിലോട്ട് ഈ സൂപ്പിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് എല്ലെടുത്തിട്ട് അത് ഈ സൂപ്പിൻ്റെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോക്ക് വാട്ടറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് നമ്മളിതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ അത് സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് ആ മട്ടൻ്റെ എല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ലെഗിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒന്നാണ് തിളച്ചോട്ടെ. എന്നിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലർ മല്ലിയില അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഈ സൂപ്പ് ഇതിൻ്റെ കൂടെ നിർബന്ധമില്ല കേട്ടോ. ഞാനിവിടെ ഓൾറെഡി എല്ല് കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ സൂപ്പ് റെഡിയായി. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഒന്നിട്ട് റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഓവനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മട്ടൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഒന്നങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം മട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്താൽ നല്ലോണം ഡ്രൈ ആയി പോകും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ഹനീത്തിലെ മട്ടൻ കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മട്ടനാണ്. നല്ലോണം കുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടനും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ റൈസ് നമ്മൾ ഈ മട്ടൻ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈസൊക്കെ നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആട്ടോ ഈ റൈസ് കഴിക്കാൻ. അതുപോലെ മട്ടനും ആ ഒരു 6 സ്പൈസ് പൗഡേഴ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒട്ടും പറയില്ല. അത്രയും നല്ല ടേസ്റ്റിലാണ് മട്ടനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മട്ടൻ റോസ്റ്റഡ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മന്തിയുടെ പോലെ തന്നെ നമുക്ക് ഇതിലോട്ട് സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ ചട്നി, അതുപോലെ തൈര്, അതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകൾ തന്നെയാണ്. അപ്പം അത് നിർബന്ധമില്ല, അതൊന്നും വേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഫ്ലേവർഫുള്ളാണ് റൈസ് തന്നെ. അപ്പോൾ മട്ടനൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. മട്ടൻ കൊണ്ട് നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ മന്തിയിലോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സൈഡ് ഡിഷുകൾ തന്നെയാണ് ഇതിലോട്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൂപ്പ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്, മട്ടൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് ഡിഷുകളുടെയൊക്കെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മട്ടൻ മന്തി അല്ലെങ്കിൽ മട്ടൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയൊക്കെ നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ച് നോക്കിയാലോ.
ശരിക്കും ഈ ഒരു കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കൊതിപ്പിക്കുന്നൊരു കളറും അതുപോലെ ആ ഒരു മട്ടൻ്റെ കളറൊക്കെ കണ്ടോ, നല്ലൊരു ഡാർക്ക് കളറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷുകളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് കഴിച്ച് നോക്കാം. ആ ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിടപ്പുണ്ടാവും നമ്മുടെ മട്ടൻ. അതുപോലെ തന്നെ ആ ഒരു റൈസൊക്കെ ഫുൾ ഫ്ലേവർഫുള്ളാണ്, നല്ല ടേസ്റ്റാണ് റൈസ് വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ഹനീത്ത്. ഈ എല്ലുമെന്നൊക്കെ ഈ മീറ്റിൻ്റെ പീസ് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ ഊരി വരുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മുടെ മട്ടൻ കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്